ഉത്തര കേരളത്തിലെ അതിപുരാതനമായ ശ്രീ കൊട്ടിയൂർ ക്ഷേത്രം ദക്ഷിണകാശി എന്നാണ് അറിയപ്പെടുന്നത്. ശ്രീ ശങ്കരാചാര്യരാണ് ക്ഷേത്രത്തിന് ഈ പദവി നൽകിയത്. ശ്രീ കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ ഉദ്ഭവവും ഐതിഹ്യവും എന്താണെന്ന് നമുക്ക് നോക്കാം. വളരെ പണ്ടുകാലത്ത് കാനനവാസികൾ നായാട്ടും കൃഷിയും കന്നുകാലി വളർത്തലുമായി ജീവിതം നയിച്ചിരുന്ന കാലത്ത് ഒരു കുറിച്യൻ പതിവ് നായാട്ടിനിറങ്ങിയ അവസരത്തിൽ അമ്പിന് മൂർച്ച കൂട്ടുന്നതിന് മിനുസമാർന്ന ലക്ഷണയുക്തമായ ഒരു ശിലയിൽ ഒന്നേ ഉരച്ചുള്ളൂ. കല്ലിൻ്റെ മുകളിൽ നിന്നും രക്തം ധാരധാരയായി ഒഴുകാൻ തുടങ്ങി. കുറിച്യൻ അറിയിച്ചതനുസരിച്ച് പടിഞ്ഞീറ്റ നമ്പൂതിരി എത്തി രക്തപ്രവാഹം നിർത്താനുള്ള പ്രതിക്രിയകൾ ചെയ്യാൻ സന്നദ്ധനായി. തൊട്ടടുത്ത കാനനച്ചോലയിൽ നിന്നും കൂവയില കുമ്പിളുകളിൽ തെളിനീരെടുത്ത് മന്ത്രം ചൊല്ലി നിരവധി തവണ അഭിഷേകം ചെയ്തു. ശുദ്ധമായ പാലും നെയ്യും വേണ്ടത്ര കൊണ്ടുവന്നു. ഫലമുണ്ടായില്ല. അവസാനം ഇളനീർ അഭിഷേകം ചെയ്ത ശേഷമാണ് രക്തപ്രവാഹം നിലച്ചത്. മുറിഭാഗത്ത് മുറിവുണങ്ങാൻ കളഭം പുരട്ടി. അടുത്ത നാളിൽ തന്നെ വിദഗ്ധരായ ജ്യോതിഷികൾ പ്രശ്നചിന്ത നടത്തി. ഈ കാനനശില സാക്ഷാൽ സ്വയംഭു ശിവലിംഗമാണ്. പുരാണപ്രസിദ്ധമായ ദക്ഷയാഗം നടന്നത് ഈ സവിധത്തിലാണ്. ദക്ഷൻ്റെ പുത്രിയായി വളർന്ന സാക്ഷാൽ പരാശക്തിയുടെ അവതാരമായ സതീദേവി സ്വയംവര നാളിൽ ശിവഭഗവാനെ വരണമാല്യം ചാർത്തിയത് ദക്ഷന് ഇഷ്ടമായില്ല. സതീദേവി പരമശിവനോടൊപ്പം സസുഖം വാഴുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദക്ഷൻ ഒരു മഹായാഗം നടത്താൻ തീരുമാനിക്കുന്നത്. ശ്രീ പരമശിവനെയും സതീദേവിയെയും ഒഴിച്ച് സർവ്വലോകരെയും ദക്ഷൻ യാഗത്തിന് ക്ഷണിച്ചു. നാരദർ മുഖേന യാഗവിവരമറിഞ്ഞ സതീദേവിക്ക് അച്ഛൻ നടത്തുന്ന മഹായാഗത്തിന് പോകാൻ ആഗ്രഹം ഉണ്ടായി. ശ്രീ പരമേശ്വരനോട് അനുവാദം ചോദിച്ചു. ക്ഷണിക്കപ്പെടാതെ യാഗത്തിന് പോയി അപമാനിതയാകുന്നതിലും ഭേദം മരണമാണ്. സർവ്വലോകാരാധ്യരായ നമുക്കത് ചേർന്നതുമല്ല, ഭഗവാൻ പറഞ്ഞു. സതീദേവി യാഗത്തിന് പോകാനുള്ള ആഗ്രഹം വീണ്ടും ഉണർത്തിച്ചപ്പോൾ ഭഗവാൻ അർദ്ധമനസ്സോടെ സമ്മതം മൂളി. യാഗശാലയിലെത്തിയ സതീദേവിയെ കണ്ട മാത്രയിൽ ദക്ഷൻ ആർത്തട്ടഹസിച്ചു. ക്ഷണവും അനുവാദവുമില്ലാതെ യാഗവേദിയിൽ കടന്നവൾ പുറത്തു പോകൂ. ദക്ഷൻ ശ്രീ പരമേശ്വരനെയും ദേവിയെയും ശകാരിച്ചു കൊണ്ടിരുന്നു. ഈരേഴുലകിലെയും സർവരും സാക്ഷിയായ സദസ്സിൽ വെച്ച് താൻ മൂലം ദേവാദിദേവൻ അപമാനിക്കപ്പെട്ടു. ഇനി ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല. ദേവിയുടെ മുഖത്ത് ദുഃഖം മാഞ്ഞു. പരാശക്തി ചൈതന്യം പ്രതിഫലിച്ചു. പ്രാണശക്തി കൊണ്ട് യോഗാഗ്നിയിൽ സ്വശരീരം വെടിഞ്ഞു. വിവരമറിഞ്ഞ് സംഹാരരൂപനായി മാറിയ ഭഗവാൻ സൃഷ്ടിച്ച വീരഭദ്രനും ഭദ്രകാളിയും ഭൂതഗണങ്ങളും ചേർന്ന് യജ്ഞശാല തകർത്തു. ദക്ഷനെ കൊന്നു. ശിവഭഗവാൻ സംഹാരനൃത്ത താണ്ഡവം തുടർന്നു. യാഗം മുടങ്ങിയാൽ ലോകനാശമാണ് ഫലം. ക്രോധത്താൽ ജ്വലിച്ചു നിൽക്കുന്ന ശിവഭഗവാൻ മഹാവിഷ്ണു സാന്നിധ്യത്തിൽ കോപം വെടിഞ്ഞു. ആടിൻ്റെ തല ദക്ഷന് വെച്ചുകൊടുത്ത് ജീവൻ നൽകി ദക്ഷയാഗം പൂർത്തീകരിച്ചു. ദേവി അന്തർധാനം ചെയ്ത അഗ്നികുണ്ഡത്തിനരികിൽ സ്വയംഭുവായി ഭഗവാൻ കൂടിയിരുന്നു. ആ ശിവചൈതന്യമാണ് കാലാന്തരത്തിൽ കുറിച്യൻ ശിലയിൽ ദർശിച്ചത്. ചുറ്റിലും വെള്ളം നിറഞ്ഞു നിൽക്കുന്ന തിരുവഞ്ചിറ എന്ന ജലാശയത്തിന് നടുവിലുള്ളത് 2 സ്ഥാനങ്ങളാണ്, മണിത്തറയും അമ്മാറക്കല്ലും. മണിത്തറയിൽ ശ്രീ പരമേശ്വരൻ്റെ സ്വയംഭുലിംഗവും അമ്മാറക്കല്ല് പരാശക്തിയുടെ സങ്കേത സ്ഥാനവുമാണ്. തിരുവഞ്ചിറയിൽ ഒരിക്കലും വറ്റാത്ത തീർത്ഥക്കുളവും അതിനടുത്തായി ഒരു അരയാലുമുണ്ട്. ദക്ഷയാഗം നടന്ന ഈ പുണ്യഭൂമിയിൽ ത്രിമൂർത്തികളുടെയും മുഴുവൻ ദേവഗണങ്ങളുടെയും സാന്നിധ്യമുണ്ട്. വൈശാഖ മഹോത്സവ കാലത്ത് ഇക്കരെ കൊട്ടിയൂരിൽ പൂജകൾ പതിവില്ല. അക്കരെ കൊട്ടിയൂർ തൊഴുത
ശേഷമേ ഇക്കരെ കൊട്ടിയൂർ തൊഴാൻ പാടുള്ളൂ. തിരിച്ച് ഇക്കരെ കൊട്ടിയൂരിലെത്തുവാൻ വാവലിപ്പുഴ കടക്കണം. ഭക്തകവിയായ പൂന്താനമൊരിക്കൽ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ഭജനമിരിക്കാൻ എത്തിയെങ്കിലും ഉത്സവകാലമല്ലാത്തതിനാൽ അക്കരെ ക്ഷേത്രത്തിൽ പോകാനായില്ല. ഇക്കരെ കൊട്ടിയൂരിൽ ഭാഗവത പാരായണവുമായി കഴിച്ചുകൂട്ടി. മടക്കയാത്രയിൽ കുറേ ദൂരം നടന്നപ്പോഴാണ് ഭാഗവതം എടുക്കാൻ വിട്ടുപോയ കാര്യം ഓർമ്മ വന്നത്. ക്ഷേത്ര മുഖ മണ്ഡപത്തിലാണ് ഭാഗവതം വെച്ചിരുന്നത്. പൂന്താനം തിരിച്ചു ക്ഷേത്രത്തിലെത്തിയപ്പോൾ അത്താഴ പൂജ കഴിഞ്ഞ് നടയടച്ചിരുന്നു. ക്ഷേത്രമുഖ മണ്ഡപത്തിൽ നോക്കിയപ്പോൾ ഭാഗവതമില്ല. പൂന്താനം ശ്രദ്ധിച്ചപ്പോൾ ക്ഷേത്രത്തിനകത്തു നിന്നും തൻ്റെ ഗ്രന്ഥം ഭഗവാൻ കർണമധുരമായ സ്വരത്തിൽ പാരായണം ചെയ്യുകയാണ്. മധുരമായ ഒരമൃത പ്രവാഹം. വായന ദേവിക്ക് ഇഷ്ടമായോ? ഭഗവാൻ അന്വേഷിച്ചപ്പോൾ കുറച്ചുകൂടി ഭക്തിമാധുര്യം പൂന്താനം വായിച്ചപ്പോൾ തോന്നി. ദേവി പറഞ്ഞു, ഭഗവാനെ. പൂന്താനം ആനന്ദ കണ്ണീരിലാറാടി വെട്ടിയിട്ടതുപോലെ തിരുസന്നിധിയിൽ വീണു നമസ്കരിച്ച ഒരു ഐതിഹ്യമുണ്ട്. ശ്രീ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ ചരിത്രം പറഞ്ഞാൽ തീരില്ല. എത്ര കേട്ടാലും നമുക്ക് മതിവരികയുമില്ല. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സൂന സൗരഭം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ നന്ദി, നമസ്കാരം.